വൈകിട്ട് അച്ഛന്റെ കുടുംബത്തിൽ എന്തോ പരിപാടി, എനിക്കൊന്നും വയ്യ പോവാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ പോവണ്ട. അതിന് ഇവിടെ കിടന്ന് കരയുന്ന എന്തിന്? എനിക്ക് അല്ലെങ്കിൽ എന്റെ ഈ അച്ഛന്റെ വീട്ടുകാരെ പണ്ടേ ഇഷ്ടമല്ല, ഒരു മുണഞ്ഞ സ്വഭാവം. ദൈവം സഹായിച്ച് എന്റെ അച്ഛന്റെ വീട്ടുകാർ ഫ്രോഡ്, അമ്മയുടെ വീട്ടുകാരും ഫ്രോഡ്. ഞാൻ എന്റെ അമ്മയുടെ വീട്ടുകാരായിട്ട് മാത്രമേ സഹകരണമുള്ളൂ. എനിക്കൊരു വലിയച്ഛനുണ്ട്, മഹാപോകൃതനം കൈപ്പിടിച്ചവനാണ്. വാട്ട്സ് മാറ്റർ? ചേട്ടൻ കളിച്ച് എന്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം എഴുതി മേടിച്ചോണ്ട് പോയെന്ന്. അല്ലേലും ഈ ഒരുപാട് സ്വന്തക്കാരൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ലടേ. സത്യം, ഒരു ഉപയോഗം ഇല്ല. ഇവിടെ പോ കാർ എടുത്തോണ്ടോ ഇതെടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ കിടന്ന് വിളിക്കും. എന്നിട്ട് ഒരു 100-200 നമുക്ക് ടിപ്പ് അതും തരൂല. എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ വണ്ടി ഓടിക്കാൻ ഒരുത്തനും വിളിക്കൂല. വണ്ടി ഓടിക്കാറുണ്ടാത്തോണ്ടല്ലേ? അതെ, അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരോട് ഒരുമിച്ച് എന്തെങ്കിലും ഫംഗ്ഷന് വന്നാൽ ഒരു 3 ഇടിയോട് ഉറപ്പാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ ഒരു അടിയും ഒരു ഫംഗ്ഷനും നടക്കാറില്ല. റീസൺ എടാ, 2 വീട്ടുകാർ ഫ്രോഡല്ലേ, ആരെ വിളിക്കാൻ? എന്തുകൊണ്ടും അച്ഛൻ വീട്ടുകാരൻ കാട്ടിയും അടിപൊളി അമ്മ വീട്ടുകാരാണ്. എന്റെ മാമൻ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് കൊണ്ടുവരുന്ന. എനിക്കൊരു വല്യച്ഛനുണ്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ട് പിസ്തയുടെ തോട് പോലും തരൂല. അഥവാ പിസ്തയുടെ തോട് തരുന്നെങ്കിലേ അത് നക്കി അതിൽ ഉപ്പ് കളഞ്ഞിട്ടായിരിക്കും തരുന്ന. അങ്ങനത്തെ മനുഷ്യന്മാര്. നിങ്ങളൊക്കെ റിലേറ്റീവ്സ് അല്ലേ ഫ്രോഡ്? എന്റെ ഓൺ ഫാമിലി തന്നെ ഫ്രോഡാണ്. അച്ഛൻ, അമ്മ, അനിയത്തി. ഒരു വീട്ടിലെല്ലാരും ഫ്രോഡെന്ന് ഇവൻ പറയുന്നത് ചിലപ്പോ ആ വീട്ടിൽ യഥാർത്ഥ ഫ്രോഡ് ചിലപ്പോ ഇവനായിരിക്കും. സത്യം. എന്റെ കല്യാണത്തിന് അമ്മ വീട്ടുകാർ മാത്രം മതി. ഞാൻ പെണ്ണേ കെട്ടുന്നില്ല. ഇനി വരാൻ പോണ ഫാമിലി ഫ്രോഡായിരിക്കും. എന്റെ കാര്യത്തിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ കെട്ടുന്നെങ്കിൽ ഒരു ഫ്രോഡ് വീട്ടുകാരെ കെട്ടത്തുള്ളൂ. അതാകുമ്പോ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കോളൂ. എന്റെ വീട്ടുകാരും ഫ്രോഡ്, വരുന്നവരും ഫ്രോഡ്. സത്യം, ഫ്രോഡുമായിട്ട് ജീവിച്ചല്ലേ ടാലിയായി.